തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ സിപിഎമ്മിലെ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലും പ്രതിസന്ധിയിലായി LDF. പയ്യന്നൂരിലെ കെ കുഞ്ഞികൃഷ്ണന്റെ തുറന്നുപറച്ചിലാണ് LDFന് വിനയായത്. രക്തസാക്ഷി ഫണ്ട് KP മധു കട്ടെന്നാണ് കെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് കോൺഗ്രസിലേക്ക് എത്തിയതും LDFന്റെ തട്ടിപ്പ് വെളിവാക്കുന്നതാണ്. കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോഴാണ് ഫണ്ട് തട്ടിപ്പിനെ പറ്റി തുറന്നു പറയാൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസിൽ ചേർന്ന ശേഷം വിനോദ് പറഞ്ഞു. പാർട്ടിയുടെ നിലപാടുമായി ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സോഷ്യലിസവും എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസാണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്നും വിനോദ് പറഞ്ഞു. പ്രതികരണം കേൾക്കാം. 7 വയസ്സിൽ ബാലസംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ 50 വർഷമായി. ശരിക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ പാർട്ടിയുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സാമുദായിക നേതാക്കളുടെ അതിപ്രസരവും ബാക്കി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മലബാർ മേഖലയിൽ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ വെളിപ്പെടുത്തൽ വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു തുറന്നു പറച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന നിരവധി പാർട്ടി സഖാക്കൾക്ക് അതൊരു വളരെ ദോഷമാവുമെന്ന് അറിഞ്ഞതുകൊണ്ടും അതുപോലെ ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എൻ്റെയും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയും കാഴ്ചപ്പാടിൽ സോഷ്യലിസവും അതുപോലെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന പാർട്ടി എന്ന നിലയിലും കോൺഗ്രസ് ആണ് കേരളത്തിലെ ലെഫ്റ്റിസ്റ്റ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് ചേരാൻ ആവേശപൂർവ്വം വന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതൊരു തുടക്കമാണ്. നമ്മുടെ കേരള റാലി കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു പെർമിഷൻ അവിടെ വഞ്ചൂർ പ്രദേശത്ത് ഒരു വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം, ആ സമയത്ത് വളരെ വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇവിടെ തരണമെന്ന് നോക്കിയിരിക്കുന്നു. സിപിഎമ്മിനെ മടുത്ത് നിരവധി പേർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് വിനോദ് ഉറപ്പിച്ചു പറയുമ്പോൾ സിപിഎമ്മിന്റെ അധപതനം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. വിനോദിന്റെയും സഹപ്രവർത്തകരുടെയും ഈ നിർണായക നീക്കം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തെന്ന് വിനോദ് ആരോപിച്ചിരുന്നു. ഫണ്ട് തിരിമറിയിൽ പാർട്ടി നടപടിയെടുത്തയാളെ CITU ജില്ലാ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് വിനോദ് CPM വിട്ടത്. രക്തസാക്ഷി ഫണ്ടായി പിരിച്ചെടുത്ത 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ CPM ലോക്കൽ സെക്രട്ടറി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് ആരോപണം ഉന്നയിച്ച ശേഷമാണ് വിനോദിന്റെ പാർട്ടി മാറ്റം. ഫണ്ട് വെട്ടിച്ചെന്ന് ഏറ്റുപറഞ്ഞ നേതാവിനെ CPM തരം താഴ്ത്തിയെങ്കിലും അടുത്തിടെ മന്ത്രി V ശിവൻകുട്ടി ഇടപെട്ട് CITU ജില്ലാ ഭാരവാഹിയാക്കി എന്നാണ് വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആരോപണം. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ ധൈര്യമാണ് വിനോദിനെ കോൺഗ്രസിലെത്തിച്ചത്. കെട്ടിട ഫണ്ടിലേക്ക് വകമാറ്റിയെന്നായിരുന്നു CPM മുതിർന്ന നേതാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ഈ കണക്കുകൾ അംഗീകരിക്കാൻ വേണ്ടി KP മധുവിനെ ഏരിയ സെക്രട്ടറി ആക്കിയതെന്നും അദ്ദേഹം തുറന്നടിച്ചു. കാര്യങ്ങൾ പറയാൻ ഒരു രേഖയും വേണ്ട, മനപ്പാടമാണ് എന്നാണ് മുതിർന്ന CPM നേതാവ് തുറന്നു പറയുന്നത്. അതിൽ അന്വേഷണം നടത്തേണ്ടത് LDF പാർട്ടിയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കെ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ CPMൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയിരുന്നു. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകമായ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം ജോസഫ് C മാത്യു ആണ് പ്രകാശനം ചെയ്തത്. പുസ്തക പ്രകാശന ചടങ്ങിൽ കെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിങ്ങനെയാണ്: തന്നെ മോശക്കാരനാക്കാനാണ് ശ്രമം നടക്കുന്നത്. അശ്ലീല സന്ദേശങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമം നടന്നെന്നും V കുഞ്ഞികൃഷ്ണൻ പറയുകയുണ്ടായി. തനിക്കെതിരെ ഉയരുന്ന വാക്കുകളെ നിഷ്കരുണം അരിഞ്ഞുതള്ളുന്ന ധാർഷ്ട്യ സ്വഭാവം കൈവിടാത്തോളം കാലം CPMന് ഗുണമുണ്ടാകില്ലെന്ന് തീർച്ചയാണ്.